എല്ലാവർക്കും നമസ്കാരം. കൊറോണ രണ്ടാം ഘട്ടം അതിശക്തമായിട്ട് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, വ്യായാമത്തിൻ്റെ കുറവ് ഉള്ള ആളുകൾക്ക് ഇത് വളരെ മാരകമായിട്ട് പിടിപെടുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കുറച്ച് സമയമെങ്കിലും ഒരു 20 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യണം. അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത്, ഒരു സമ്പൂർണ്ണ വ്യായാമം എന്നുള്ള രീതിയിൽ പറയുന്നത് സൂര്യനമസ്കാരമാണ്. ആ സൂര്യനമസ്കാരം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിലെ പൂർണ്ണമായിട്ട് സൂര്യനമസ്കാരം ചെയ്യുന്ന ഒരു രീതിയല്ല അത്. കുറേശ്ശെ ആയിട്ട് അതിലത്തെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യാം. അപ്പോൾ ആദ്യം യോഗ മാറ്റിൻ്റെ മുന്നിലേക്ക് കയറി നിൽക്കണം. എന്നിട്ട് ആദ്യം പ്രയർ പോസ് പിടിക്കുക. എന്നിട്ട് ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ മാക്സിമം പുറകിലേക്ക് ബെൻഡ് ചെയ്യുക. നമുക്ക് പറ്റുന്നത് പോലെ. ഇപ്പോൾ ഒരുപാട് വേറെ ആരെങ്കിലും കൂടുതൽ ബെൻഡ് ചെയ്ത് വിചാരിച്ച് അത്ര അങ്ങനെയൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്രയാണോ പറ്റുന്നത് അത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ കാലുകൾ ചേർത്ത് വയ്ക്കുക, പ്രയർ പോസ് പിടിക്കുക, മെല്ലെ ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ നേരെ പുറകിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുന്നതിൻ്റെ കൂടെ മുന്നിലേക്ക് വന്നിട്ട് മുന്നിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യുക. അപ്പോൾ കൈകൾ നേരെ കാലിൻ്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് നെറ്റി കാൽമുട്ടിലേക്ക് പറ്റണ പോലെ അടുപ്പിക്കുക. അത് മുഴുവൻ മുട്ടിക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഇതിലിങ്ങനെ മുട്ടുന്നുണ്ട്, പക്ഷേ മുട്ടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇത്രേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക, അത്ര ചെയ്യാം. പിന്നെയും നേരെ ശ്വാസം എടുക്കുക, പുറകിലേക്ക് പോവുക, ശ്വാസം വിടുക, നേരെ മുന്നിലേക്ക് തന്നെ വരിക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാം. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, അങ്ങനെ. നമുക്ക് സമയമുള്ളതിനനുസരിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് സൂര്യനമസ്കാരത്തിലെ കൈകൾ ഇവിടെ വെച്ചതിന് ശേഷം ഒരു കാല് പുറകിലേക്ക് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് അടുത്ത കാല് ഇങ്ങനെ പുറകിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു പുഷപ്പ് പോസ്റ്ററിലേക്ക് വരിക. നെക്സ്റ്റ് ഈ കാല് കയറ്റി വയ്ക്കുക, വലത്തെ കാല് കയറ്റി വയ്ക്കുക, ശ്വാസം എടുക്കുക. അങ്ങനെ ശ്വാസം എടുക്കുന്നതിൻ്റെ കൂടെ വലത്തെ കാല് കയറ്റി വയ്ക്കുക. എന്നിട്ട് ശ്വാസം വിടുമ്പോൾ വലത്തെ കാല് ഇറക്കി വയ്ക്കുക. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ ഇടത്തെ കാല് കയറ്റി വയ്ക്കുക. അങ്ങനെ ശ്വാസം വിടുമ്പോൾ ഇടത്തെ കാല് ഇറക്കി വയ്ക്കുക. ശ്വാസം എടുക്കുക, ശക്തിയായിട്ട് ശ്വാസം എടുക്കുകയും ചെയ്യുക, ശ്വാസം വിടുകയും ചെയ്യുക. ലങ്സിനൊക്കെ നല്ല കപ്പാസിറ്റി കിട്ടട്ടെ. ശ്വാസ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതൊക്കെ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുക. ശരീരം മുഴുവനും വ്യാപിക്കുന്ന എനർജീനൊക്കെ അറിഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. 2 കാലും മാറിയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ പുഷപ്പ് പോസ്റ്ററിൽ നിന്ന് നേരെ ശ്വാസം എടുക്കുക, ഭുജംഗാസനം ചെയ്യുക. അങ്ങനെ ശ്വാസം വിടുക, മൗണ്ടൻ പോസിലേക്ക് വരിക. വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, വീണ്ടും ശ്വാസം എടുക്കുക, ശ്വാസം വിടുക, വീണ്ടും ശ്വാസം എടുക്കുക. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. കൈകൾക്കും കാലുകൾക്കൊക്കെ നല്ല ബലം കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് വിടുമ്പോൾ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കിട്ടുകയും ചെയ്യും. നേരെ അതിനുശേഷം കാലിൻ്റെ മുട്ട് ഇങ്ങനെ പതിച്ചിട്ട് ഈ മർജരാസനം പോസ്റ്ററിലേക്ക് നിൽക്കുക. ഇവിടെ ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് തലയിങ്ങനെ നന്നായി ഉയർത്തുക. ഈ പുറം ഭാഗം ഞാൻ കാണിച്ചു തരാം. പുറം ഭാഗം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകണം. കൈകളിങ്ങനെ വെച്ചിട്ട് കാലുകളിങ്ങനെ വെച്ച് ശ്വാസം എടുക്കുക. ശ്വാസം വിടുമ്പോൾ തല നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോവുക. പുറം ഭാഗം ഇങ്ങനെ ഉയർത്തുക. കാല് വിരലുകൾ ഇങ്ങനെ ഇവിടെ പതിച്ചു വയ്ക്കുകയും ചെയ്യാം. എല്ലാ ഭാഗവും ഒരുമിച്ച് ഇങ്ങനെ ഈ ശ്വാസത്തിനോടൊപ്പം ചലിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ശ്വാസം വിട്ടു, ശ്വാസം എടുത്തു, ശ്വാസം വിട്ടു. ശ്രദ്ധിച്ചോളൂ.
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ശ്വാസം വിടുന്നതിൻ്റെ കൂടെ നേരെ ഇങ്ങനെ കിടക്കുക. കുറച്ച് നേരം ശശാങ്കാസനത്തിൽ വിശ്രമിക്കാം. അതിനുശേഷം നേരെ ശവാസനത്തിലേക്ക് കിടക്കുക. കാലുകൾ ഇങ്ങനെ ഒരു അടിയകലത്തിലേക്ക് വയ്ക്കുക. കൈകൾ ഇങ്ങനെ ഒരു അടിയകലത്തിലേക്ക് വയ്ക്കുക. ഇത്രയെങ്കിലും ചെയ്യാം. തീരെ സമയമില്ലാത്ത ആളുകളാണെങ്കിൽ ഇത്രയെങ്കിലും ചെയ്യണം. നമുക്ക് നല്ല കിതപ്പുണ്ടാവും കുറേ നേരം ചെയ്തതുകൊണ്ട്. അപ്പോൾ കിതപ്പ് കംപ്ലീറ്റ് പോകുന്നത് വരെ ശ്വാസം അങ്ങനെ റിലാക്സ് ആകുന്ന അത്രയും സമയം കിടക്കുക. സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് കിടന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ കൈകളും കാലുകളൊക്കെ നന്നായിട്ട് അഴച്ചിടുക. കാലുകളൊക്കെ കണ്ടില്ല, ഒരു അടിയകലത്തിൽ വയ്ക്കുക. കൈകൾ ഒരു അടിയകലത്തിൽ വയ്ക്കുക. അരക്കെട്ടിൻ്റെ ഭാഗമൊന്നും ഇങ്ങനെ ചലിപ്പിച്ചിട്ട് പരിപൂർണമായിട്ട് ഇങ്ങനെ വിശ്രമത്തിൽ കിടക്കുക. പരിപൂർണ വിശ്രമം. അപ്പോൾ നമ്മുടെ വയറ് ഇങ്ങനെ ഉയർന്ന് താഴുന്നത് നമുക്കറിയാൻ പറ്റും. ശ്വാസം എടുക്കുമ്പോൾ വയറിങ്ങനെ ഉയരും, ശ്വാസം എടുക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നതും ഒക്കെ ശ്രദ്ധിക്കുക. ഒരു ശ്വസനത്തിനെ മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ശിരസ് മുതൽ ശരീരം മുഴുവനും ഇങ്ങനെ കാലിൻ്റെ പെരുവിരൽ വരെ വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് മൂക്കിലൂടെ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ആ ശ്വാസം ശിരസിൽ പോയിട്ട് മുഖം മുഴുവനും വ്യാപിച്ച് ശരീരം മുഴുവനും വ്യാപിച്ച് കാലുകളിലേക്ക് ഇറങ്ങി വിരലുകൾ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവനും ആ എനർജി വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. എന്നുവെച്ചാൽ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടണം. അതേപോലെ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഇതേപോലെ തന്നെ കാലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ശിരസ് വരെ വന്നിട്ട് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കാനും അതുപോലെ കൂടെ വിഷ്വലൈസിങ് പവർ നമ്മളുടെ ശ്രദ്ധ പോസിറ്റീവായിട്ട് നമ്മുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്ന എനർജിയെ സ്വയം അറിയാനും ശരീരത്തിന് നല്ല എനർജി ഉണ്ടാകാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സങ്കല്പത്തിനെ ഊന്നുവടിയായിട്ട് പിടിച്ചിട്ട് ചെയ്തിട്ട് പ്രവർത്തിച്ചെടുക്കാനാണ് പറയുക. സങ്കല്പത്തിനെ ഊന്നുവടിയായിട്ട് പിടിക്കണമെന്ന്. അപ്പോൾ സങ്കല്പത്തിനെ കൂടെ കൂട്ടണം. അത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സങ്കല്പമായിരിക്കണം, ശുഭചിന്തകൾ മാത്രമായിരിക്കണം. അപ്പോൾ ഓരോ ശ്വാസം അകത്തേക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്തും നമ്മുടെ ശരീരം മുഴുവനും കൂടുതൽ കൂടുതൽ ഊർജം വന്ന് നിറയുന്നതായിട്ടും നമുക്ക് നല്ല ഊർജ്ജസ്വലത കൈവരുന്നതായിട്ടൊക്കെ സ്വയം ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളൊക്കെ വളരെ സുഖകരമായിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ സ്വയം ഒന്ന് അറിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ കിടക്കുക, റിലാക്സ് ആകട്ടെ. ഇനി മെല്ലെ ഒരു സൈഡിലേക്ക് ചെരിയുക, മെല്ലെ എഴുന്നേറ്റിരിക്കുക. എഴുന്നേറ്റിരുന്നിട്ട് പിന്നെ കുറച്ച് നേരം ക്രിയകളും പ്രാണായാമവും മെഡിറ്റേഷനൊക്കെ ചെയ്യണം. അത് ഞാനൊരു അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. ഇപ്പോൾ തൽക്കാലം കുറച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകൾ ഒരു ചെറിയ വ്യായാമം എന്നുള്ള നിലയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സൂര്യ നമസ്കാരത്തിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്യണത്. കൂടെ ബ്രീത്തിങ്ങും കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. ശ്വസന വ്യായാമം എന്ന് വേണമെങ്കിലും പറയാം. ആദ്യം ഫോർവേഡ് ബെൻഡ്, ബാക്ക്വേഡ് ബെൻഡാണ് നമ്മൾ ചെയ്തത്. വെച്ചാൽ കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഹസ്ത ഉത്താനാസനം, പിന്നെ പാദഹസ്താസനം. പിന്നെ പാദഹസ്താസനത്തിൽ നിന്നിട്ട് സഞ്ചലനാസനം എന്നുവെച്ചാൽ വലത്തേ കാല് ഇറക്കി വയ്ക്കുന്നു, ശ്വാസം വിടുമ്പോൾ ഇടത്തേ കാല് കയറ്റി വയ്ക്കുമ്പോൾ ശ്വാസം എടുക്കുന്നു, ഇടത്തേ കാല് ഇറക്കി വയ്ക്കുമ്പോൾ ശ്വാസം വിടുന്നു, വലത്തേ കാല് കയറ്റി വയ്ക്കുമ്പോൾ ശ്വാസം എടുക്കുന്നു, വലത്തേ കാല് ഇറക്കി വയ്ക്കുമ്പോൾ ശ്വാസം വിടുന്നു. അങ്ങനെ വേഗത്തിൽ ഒരു 10-15 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം ഭുജംഗാസനവും പർവ്വതാസനവും കൂടിയിട്ട് ഒരു 10-15 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം നേരെ മർജാന അരിയാസനം ചെയ്തതിന് ശേഷം ശശാങ്കാസനത്തിൽ കുറച്ച് നേരം കിടക്കുക.
അപ്പോൾ തന്നെ നല്ല കിതപ്പും കാര്യങ്ങളും ഉണ്ടാവും, ഹാർട്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ മിടിക്കാൻ തുടങ്ങും. അപ്പോൾ വ്യായാമം ശരീരത്തിന് കുറച്ചെങ്കിലും ആയിട്ടുണ്ടാവും. എന്നിട്ട് ശവാസനത്തിൽ നീണ്ടു നിവർന്ന് കിടക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീരെ ധൃതി വയ്ക്കരുത്. ഇത് എക്സസൈസ് മാത്രം ചെയ്തിട്ട് അങ്ങോട്ട് ഓടിപ്പോകരുത്. ഒപ്പം തന്നെ റിലാക്സേഷനും വിശ്രമത്തിനും നല്ല പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചാൽ ശ്വാസമൊക്കെ ഇങ്ങനെ വേഗം ആ കിതപ്പൊക്കെ ശ്വസിച്ച് മെല്ലെ ആ ശ്വാസം ഇങ്ങനെ നോർമൽ ബ്രീത്ത് ആവും. നോർമൽ ബ്രീത്ത് ആവുന്ന സമയത്ത് എന്തുണ്ടാവുക, നമുക്ക് നല്ല കാമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവും, ശാന്തമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവും. എന്നിട്ട് കുറച്ച് നേരം എഴുന്നേറ്റിരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രാസൊക്കെ ചെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത സെക്ഷൻ കുറേശ്ശെ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സെക്ഷൻ ലൈവ് തുടങ്ങിയിട്ടുണ്ട്. അത് സൂമിലാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും 7:30 മുതൽ 8 മണി വരെയാണ് ചെയ്യുന്നത്. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ആളുകളുടെ സൗകര്യം കൂടി നോക്കിയിട്ട് അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പും കൂടി അതിൽ കൊടുക്കും. ഈ വീഡിയോ നോക്കിയിട്ട് ചെയ്യാം. കൂടെ തന്നെ ലൈവായിട്ട് പ്രാക്ടിക്കൽ സെക്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അത് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഒക്കെ ആയിട്ടുള്ളത് കൊണ്ട് അവരവർക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. 1 മാസമാണ് തുടർച്ചയായിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക സൗജന്യമായിട്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പോൾ നമുക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അതൊന്ന് കൂടുതൽ പ്രൊമോഷനൊക്കെ ഉണ്ടാകാൻ വേണ്ടി ലൈക്ക് അതുപോലെ കമൻസൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.